ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസ് ആയിട്ട് നമുക്ക് വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കും. ഐസിങ് ചെയ്യാൻ വിപ്പിംഗ് ക്രീം ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കേണ്ട. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞ് വെക്കുന്നുണ്ട്. നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് 4 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് വേണം. ചെറുനാരങ്ങ നീരിന് പകരം നമുക്ക് വിനാഗിരിയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 4 ചെറുനാരങ്ങയുടെ നീര് ഞാനിവിടെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സോസ് പാനിലോട്ട് നല്ല കട്ടിയുള്ള പാല് 1 ലിറ്റർ ഒഴിച്ചു കൊടുക്കാം. റിച്ച് മിൽക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു കട്ടി ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള പാല് നോക്കിയിട്ട് നമുക്ക് 1 ലിറ്റർ പാലെടുക്കാം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ പാലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. കട്ടിയുള്ള പാല് ഉപയോഗിക്കുന്നതാണ് കൂടുതലും നമുക്ക് നല്ലതായിട്ട്, കൂടുതൽ ക്രീം നമുക്ക് കിട്ടുക. 1 ലിറ്റർ പാല് നമുക്കിതൊന്ന് ചൂടാക്കാനായിട്ട് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഏത് തരം കേക്കിനും നമുക്ക് ഈ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലത് റെഡ് വെൽവെറ്റ് കേക്ക് പോലുള്ള കേക്കുകൾക്കാണ് നമുക്ക് കൂടുതലും ഈ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒത്തിരി തിളച്ച് പൊന്താനായിട്ട് നമ്മൾ നോക്കി നിൽക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മെല്ലെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാല് ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഓരോ മിനിറ്റും നമുക്കിതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടുത്ത 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് പാലിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾക്ക് 4 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഓരോ മിനിറ്റ് ഇടവിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്ത് പാല് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാലിതാ നന്നായിട്ട് പിരിഞ്ഞ് പാലിൻ്റെ കട്ടിയും അതുപോലെ തന്നെ വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പാല് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൻ്റെ കളറ് ഒരു മഞ്ഞ കളറിലോട്ട്, ലൈറ്റ് മഞ്ഞ കളറിലോട്ട് മാറി പാലും ഈ മിൽക്കിൻ്റെ കട്ടയും സെപ്പറേറ്റ് ആയിട്ട് തിരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു അരിപ്പയിലോട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ പാലിൻ്റെ കട്ടകൾ മാത്രം നമുക്ക് അരിപ്പയിലോട്ട് ഇതുപോലെ അരിച്ച് എടുക്കാവുന്നതാണ്. നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ വലിയ വലിയ മിൽക്കിൻ്റെ കട്ടകൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയ പാല് അത്ര നല്ല കട്ടിയുള്ളതൊന്നുമല്ല, നോർമലായിട്ടുള്ളൊരു പാലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ അത്ര വലിയ തരികളല്ലാതെ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിൽക്കിൻ്റെ ആ തരികൾ നമുക്ക് അരിപ്പയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. നല്ല കട്ടയായിട്ടുള്ള ആ തരികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇത് വെള്ളമൊക്കെ ഒന്ന് 1 ടീസ്പൂൺ ഉപയോഗിച്ചൊന്ന് അമർത്തി കൊടുക്കാം, അല്ലെങ്കിൽ സ്പാച്ചുലർ ഉപയോഗിച്ചൊന്ന് അമർത്തി കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് വെള്ളമൊക്കെ നമ്മൾ ഞെക്കി ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലെടുത്ത് നമ്മളിത് കാണിക്കുകയാണ്. നമുക്ക് അധികം ക്രീം വേണമെങ്കിൽ നമ്മൾ കൂടുതൽ പാലിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നമ്മൾ വാറ്റിയെടുത്തത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നിർത്തി ഒന്ന് അരച്ച് എടുക്കാം. അപ്പോൾ ഒന്ന് കൊടുത്ത് നമ്മൾ നിർത്തി നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മിൽക്ക് ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് നമുക്കിതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അടിച്ചെടുക്കണം. ഇനി ഞാനിവിടെ എടുക്കുന്നത് ബട്ടറാണ്. അൺസാൾട്ട് ബട്ടറാണ് ഞാനിവിടെ 4 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഗീ ആയാലും ഉപയോഗിക്കാം.
ഗീ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കട്ടയാക്കി എടുത്തതിന് ശേഷമാണ് ഗീ എടുക്കേണ്ടത്. ഇനി നന്നായിട്ട് ടീസ്പൂൺ വെച്ചതുപോലെ നമുക്കതൊന്ന് അലിയിച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ എഗ് ബീറ്റർ വെച്ചിട്ട് ഞാനിതൊന്ന് പഫിയാക്കി എടുക്കുന്നുണ്ട്. ഒരേ സൈഡിലോട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചെറുതായിട്ട് നമ്മുടെ ഈ ബട്ടർ ഒന്ന് പഫിയായിട്ട് നമുക്ക് കിട്ടും. ഞാനൊരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പഞ്ചസാര നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ആ പഞ്ചസാര പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് ബീറ്റർ വെച്ച് ഞാനൊരു 10 മിനിറ്റോളം നിർത്തി ഒരു സൈഡിലോട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് നമുക്കിതൊന്ന് വടിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബട്ടർ ക്രീമാണ് കേട്ടോ. ഭയങ്കര രുചിയാണ്, ടേസ്റ്റാണ്. നമുക്ക് ഈ രീതിയിൽ ബട്ടർ ക്രീം ഉണ്ടാക്കി നമുക്ക് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ മിൽക്ക് ക്രീം ഉണ്ടാക്കിയത് എടുക്കുക. അത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്രീം കുറേശ്ശെ നമ്മൾ ബട്ടർ ക്രീമിലോട്ട് ചേർത്ത് നമുക്ക് എഗ് ബീറ്റർ വെച്ച് തന്നെ നന്നായിട്ട് നമ്മുടെ ക്രീം ഒന്ന് പഫിയാക്കി ബീറ്റ് ചെയ്ത് എടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിലോട്ട് മാത്രം നമുക്കിങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കാം. അങ്ങനെ ക്രീമെല്ലാം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നല്ലോണം ഒന്ന് പഫിയായിട്ട് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സമയമൊന്നും ഞാൻ പറയുന്നില്ല, നല്ലോണം തിക്കായി ഇത് വരും. ഈ എഗ് ബീറ്റർ ഇല്ല എങ്കിൽ നമുക്കിതിനകത്തേക്ക് ഒരു 2 മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് നമുക്ക് സാധാരണ ബീറ്റർ വെച്ചിട്ട് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നമുക്കിത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് പഫിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിനകത്തേക്ക് എഗ് വൈറ്റ് ചേർത്താലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ വാനില എസൻസ് വേണമെങ്കിൽ നമുക്ക് 5-6 തുള്ളി വാനില എസൻസ് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും ഞാൻ ചേർക്കാതെ തന്നെ നല്ല പഫി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇത്രയ്ക്കും തിക്നെസ് നമുക്കുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഇതുപോലെ തന്നെ നമുക്ക് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റിന് ശേഷം എടുത്ത് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല തിക്കായിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റായിട്ടുള്ളൊരു വിപ്പിംഗ് ക്രീമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് കേക്ക് വീട്ടിലൊക്കെ ഹോം മെയ്ഡായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്നത് നല്ല തിക്കായിട്ടുള്ള ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഈ വിപ്പിംഗ് ക്രീം കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, കുറച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഒന്നും കൂടി കട്ടിയുള്ള പാലാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ നാളെ നമ്മൾ ഈ കേക്കിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ കേക്കിനകത്ത് ഈ വിപ്പിംഗ് ക്രീം തേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നാളെ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ നമ്മൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണാം. അപ്പോൾ കുറച്ച് പാലും കുറച്ച് ബട്ടറും വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഉണ്ടാക്കിയത്. ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ്സ് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് ഇടണേ. അടുത്തൊരു വീഡിയോയിൽ നാളെ കാണാം. ഓക്കെ, ബൈ.